കെ.എസ്.ആർ.ടി.സിയുടെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇത് സംസാരിച്ചു തന്ന സമയം പോകും. കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് 5-ാം തീയതി ശമ്പളം നൽകുമെന്ന ആവേശത്തോടെയാണ് മന്ത്രി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചത്. കെ.എസ്.ആർ.ടി.സിക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മന്ത്രിയുടെ ആവേശം വിശ്വസിച്ച് ജീവനക്കാരും ആവേശത്തിലായി. എന്നാൽ ശമ്പളത്തിന് വേണ്ടി ഓരോ മാസവും സമരം ചെയ്യേണ്ട ഗതികേടിലാണ് ഇപ്പോഴും ജീവനക്കാർ. ഒറ്റ ഗഡുവായി ശമ്പളം നൽകുന്നുണ്ട് എന്നാണ് മന്ത്രിയുടെ അവകാശവാദമെങ്കിലും അതൊരു ഒളിച്ചുകളിയാണ്. നമ്മുടെ നാട്ടിലെ ഏതൊരാളെയും നാടിൻ്റെ വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. കഴിഞ്ഞ 8.5 വർഷമായി ഭരണത്തിന്റെ സ്വാദ് അനുഭവിക്കുന്ന കുറച്ചു പേരുണ്ട്. അധികം സ്വാദൊന്നുമില്ലെങ്കിലും കഞ്ഞി കുടിച്ചു പോകാനുള്ള വക തേടി തെരുവിലിറങ്ങുന്നവർ. കെ.എസ്.ആർ.ടി.സിയിലെ ജീവനക്കാരുടെ ദാരിദ്ര്യമൊക്കെ മാറും, നിങ്ങൾ പേടിക്കണ്ട. ശമ്പളവും 1-ാം തീയതി കഴിഞ്ഞാൽ ഉടനെ മാറും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. അത് എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകും. കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ 1-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിക്ക് മുമ്പേ ശമ്പളം വാങ്ങും. കേൾക്കുന്ന ആളല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ, വ്യാപകമായ അഴിമതികൾ, അതൊക്കെ ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റുമാരും ഒക്കെ നിർത്തണം. മന്ത്രി ആ പറഞ്ഞതും മാനേജ്മെന്റ് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ ട്രെയിനർ തസ്തികയിൽ മുൻപരിചയമില്ലാത്ത വിരമിച്ച വെഹിക്കിൾ സൂപ്പർവൈസർമാർക്ക് താൽക്കാലിക നിയമനവും നൽകി. നിയമന പട്ടികയിൽ പ്രഥമ പരിഗണന CITU സംസ്ഥാന ട്രഷറർക്ക് നൽകിയതോടെ മറ്റ് സംഘടനകൾ വീണ്ടും സമരരംഗത്ത്. തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു സമരം നടന്നു. അത് വേറെ കുഴപ്പമില്ല, റഫറണ്ടം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതിൽ രാഷ്ട്രീയം പറയുകയാണെന്ന് വിചാരിക്കരുത്. ആ സമരം തെറ്റായി പോയി. കെ.എസ്.ആർ.ടി.സി MDക്കോ മുഴുവൻ സ്റ്റാഫുകൾക്കോ ആ ഓഫീസിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് ശമ്പളം ഇന്ന് മാറാവുന്ന നിലയിലേക്ക് മാറിപ്പോയി. സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. ഭരണം അതിൻ്റെ കൃത്യമായ സ്വാദ് ജനങ്ങൾക്കാണ് അനുഭവിക്കാനാകേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ ഒരുപാട് ആരാധകരുണ്ടാകും. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ നല്ല സ്വാദും തോന്നും. പക്ഷേ കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് അത്ര സ്വാദില്ല. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.